Hello, good morning, all of you. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്ന് UPSCയും അടുത്തത് പ്രിന്ററുമാണ്. ഇപ്പം നോക്കാൻ വേണ്ടിയിട്ടുള്ളത് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഈ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് നമ്മൾക്ക് ഒരു പ്രിന്റർ തന്നിട്ട് ഏത് തരത്തിലുള്ള പ്രിന്റർ എന്നിട്ടാണ് ചോദിക്കുന്നത്. ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും പ്രിന്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പാക്ട് എന്നും നോൺ ഇമ്പാക്ട് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് വരുന്നത് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. ഡെസി വീൽ പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ലൈൻ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡ്രം പ്രിന്റർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. എന്തൊക്കെയാ? ഡെസി വീൽ പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ലൈൻ പ്രിന്റർ എന്നിവ ഈ 1, 2, 3, 4, 5 ഈ 5 എക്സാമ്പിൾ എങ്കിലും മിനിമം പഠിച്ചു വെക്കണം ഇമ്പാക്ട് പ്രിന്ററിന്. നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ. അതായത് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവത്തില്ല. അതാണ് പേര് പോലെ തന്നെ നോൺ ഇമ്പാക്ട്. അതായത് നമ്മൾ പണ്ടൊക്കെ വെച്ചടിക്കുമ്പം ഒരു ഇമ്പാക്ട് ഉണ്ടാവത്തില്ല. ലൈക്ക് വൈസ് അപ്പം നോൺ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇങ്ക്ജെറ്റും ലേസർ പ്രിന്ററും തെർമൽ പ്രിന്ററും. അപ്പൊ അത്രയും ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നതെല്ലാം അത്യാവശ്യം എന്താണെന്ന് പഠിച്ചു വെക്കാം. ഇമ്പാക്ട് പ്രിന്റർ എന്നൊന്ന് പഠിച്ചു വെക്കാം. ഇങ്ക്ജെറ്റും ലേസറും തെർമൽ പ്രിന്ററും പഠിച്ചു വെക്കാം. തെർമൽ, ലേസർ, ഇങ്ക്ജെറ്റ് അതെല്ലാം നോൺ ഇമ്പാക്ട് ആണ്. ഇമ്പാക്ട് ഇല്ലാത്തതാണ്. നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ് ഏത്? ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ എന്നിവ. ഡെസിവീല് ചോദിച്ചാലും, ലൈൻ പ്രിന്റർ ചോദിച്ചാലും, ഡ്രം പ്രിന്റർ ചോദിച്ചാലും, ചെയിൻ പ്രിന്റർ ചോദിച്ചാലും, ഡോട്ട് മെട്രിക്സ് ചോദിച്ചാലും എല്ലാം എന്താണ്? ഇമ്പാക്ട് ഉള്ളതാണ്. ഇമ്പാക്ട് ഡെസിവീല്, ലൈന്, ഡോട്ട് മെട്രിക്സ്, ഡ്രം. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ഡാ വെച്ച് കണക്ട് ചെയ്യാം. ഡെസി, ഡോട്ട്, ഡ്രം. പിന്നെ ചെയിനും ലൈനും വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ഡെസി, ഡെ, ഡോട്ട്, ഡ്രം. കണ്ടോ 3 എണ്ണം ഡാ. ഡാ വന്നാൽ ഇമ്പാക്ട്. ഇനി ചെയിനും ലൈനും. ഓക്കെ. ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. നോൺ ഇമ്പാക്ട്. ഇത് 3 പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്രിന്ററിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങൾ. മിഴിവ് അഥവാ റെസല്യൂഷൻ. എന്തൊക്കെയാണ്? പ്രിന്ററിന് ഗുണനിലവാരം എന്തൊക്കെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ്? റെസല്യൂഷനെയും വേഗതയെയും അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രിന്ററിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. പ്രിന്ററിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ബേസ്ഡ് ഓൺ റെസല്യൂഷൻ ആൻഡ് സ്പീഡ് ആണ്. ഇനി ഒരു പ്രിന്ററിന്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകം ഏതിലാണ്? ഡോട്ട്സ് പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ എത്ര ഡോട്ട്സ് ഉണ്ട് എന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് DPI-നെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗുണമേന്മ കണക്കാക്കുന്നത്. ഡോട്ട്സ് പെർ ഇഞ്ച്. ഏറ്റവും വേഗത കൂടിയതാണ് ലേസർ പ്രിന്റർ എന്ന് പറയുന്നത്. ഈ പ്രിന്ററിന്റെ വേഗത സൂചിപ്പിക്കുന്നത് 1 മിനിറ്റിൽ എത്ര പേജ് പ്രിന്റ് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് ബേസ്ഡ് ഓൺ റെസല്യൂഷൻ. റെസല്യൂഷൻ ഏത് രീതിയിലാണ്? ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. DPI അനുസരിച്ച് പറയാം. ഇനി വേഗത സൂചിപ്പിക്കുന്നത് പേജസ് പെർ മിനിറ്റ്. അപ്പൊ വേഗത പേജസ് പെർ മിനിറ്റും അതിന്റെ റെസല്യൂഷൻ ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രിന്ററിന്റെ ഗുണനിലവാരം നമ്മൾ നിശ്ചയിക്കുന്നത്. ഇനി ഏറ്റവും വേഗത കൂടിയത് ലേസർ പ്രിന്റർ ആണ്. ഇനി ഇത് കൂടാതെ നമുക്ക് പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഉപകരണമാണെന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ്. അതായത് ഗ്രാഫ് ആയാലും ഭൂപടമായാലും ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഹാർഡ് കോപ്പീസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിന്റർ വെച്ചിട്ട് പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്ലോട്ടർ യൂസ് ചെയ്യും. ഇപ്പൊ 2 തരത്തിലുള്ള ഇപ്പൊ പ്രിന്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്. അതിന്റെ സ്പീഡും റെസല്യൂഷനും ഒക്കെ അനുസരിച്ചും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അനുസരിച്ചും എന്ത് വ്യത്യാസപ്പെടും? പ്രിന്ററിന്റെ ക്വാളിറ്റിയും പ്രിന്ററിന്റെ പേരും ഒക്കെ വ്യത്യാസപ്പെടും. ലൈക്ക് വൈസ് പ്ലോട്ടറിനെ നമുക്ക് 2 ടൈപ്സിൽ വരുന്നുണ്ട്. ഡ്രം പ്ലോട്ടർ എന്ന് പറയുന്നുണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. എന്തൊക്കെയാണ്?
ഡ്രം പ്ലോട്ടർ എന്നും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്നും അറിയപ്പെടുന്നു. എന്തൊക്കെ പറയുന്നു? ഡ്രം പ്ലോട്ടർ, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്നും അറിയപ്പെടുന്നു. ഡ്രം പ്ലോട്ടർ, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഡ്രം, ഇപ്പൊ നമ്മളിവിടെ ഡ്രം പ്രിന്റർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡ്രം പ്രിന്റർ. അതുപോലെ എന്തുണ്ട്? ഡ്രം പ്ലോട്ടർ ഉണ്ട്. ആ ഡ്രം പ്ലോട്ടറിന് പറയുന്ന പേരാണ് റോളർ പ്ലോട്ടർ എന്നാ അറിയുന്നത്. ഇങ്ങനെ അതെന്ത് ചെയ്യും? റോള് ചെയ്തിട്ട് വരുന്നു, റോളർ പ്ലോട്ടർ. ഡ്രം പ്ലോട്ടർ അറിയപ്പെടുന്ന പേര് റോളർ പ്ലോട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഫ്ലാറ്റ് ബെഡ്, മറ്റേ ഇങ്ങനെ റോൾ ചെയ്ത് വരിക. ഇനി എന്താണ്? ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ടേബിൾ പ്ലോട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഡ്രം ആണെങ്കിൽ ഒരു ഡ്രം പോലെ റോൾ ചെയ്യും, റോളർ പ്ലോട്ടർ. അതേസമയം ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിളിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്രിന്റ് എടുക്കാം. അതിനെ എന്താണ്? ടേബിൾ പ്ലോട്ടർ എന്ന് പറയുന്നു. ഫ്ലാറ്റ് ആണെങ്കിൽ ടേബിൾ പ്ലോട്ടർ എന്നും ഡ്രം ആണെങ്കിൽ റോളർ എന്നും പറയുന്നുണ്ട്. ക്ലിയർ? ഗ്രാഫ് ആയാലും ഭൂപടമായാലും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർഡ് കോപ്പീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ടർ യൂസ് ചെയ്യുന്നു. 2 types of plotters അവൈലബിൾ ആണ്, drum plotter and flat bed plotter. Drum plotter called roller and flat bed എന്നറിയപ്പെടുന്നു ടേബിൾ പ്ലോട്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് ഇൻപുട്ട് ഉപകരണമായിട്ടും ഔട്ട്പുട്ട് ഉപകരണമായിട്ടും പ്രവർത്തിക്കുന്നതാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. ടച്ച് സ്ക്രീൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? അല്ല, ടച്ച് സ്ക്രീൻ. ഈ ടച്ച് സ്ക്രീനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എഫിഷ്യന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റൈലസ് എന്ന് പറയുന്ന ഒരു ഉപകരണം. അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം സ്റ്റൈലസ് എന്ന് പറയുന്ന സംഭവം ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടച്ച് സ്ക്രീൻ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. നോർമലി നമുക്ക് ടച്ച് ചെയ്തിട്ട് മാറ്റാം, എന്നാലും ഈ ടച്ച് സ്ക്രീനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. സ്റ്റൈലസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി നമ്മൾ ഓരോ ഇമ്പാക്ട് പ്രിന്ററിന്റെ ഇഷ്ടം പോലെ കണ്ടന്റ്സ് ഉണ്ട്, അതിനകത്ത് ഏറ്റവും സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത് കുറെ. അപ്പൊ അതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നില്ല. പക്ഷേ എത്ര പേജ് പ്രിന്റ് ചെയ്യുന്നു, ഏത് രൂപത്തിലുള്ള മഷിയാണ് അല്ലെങ്കിൽ പേപ്പർ ആണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യവും നിങ്ങൾ പഠിച്ചു വെക്കണം. മനസ്സിലായി? ഒത്തിരി കണ്ടന്റ്സ് അവൈലബിൾ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ബേസിക്കലി നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കണം, ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ലേസർ പ്രിന്ററുകൾ എന്ന് പറഞ്ഞത് ഒരു പൊടി രൂപത്തിലുള്ള മഷിയാണ്. എന്ത് യൂസ് ചെയ്യുന്നത്? പൊടി രൂപത്തിൽ. ഇപ്പൊ ഞാൻ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള പ്രിന്ററുകൾ മാത്രമാണ്: ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അപ്പൊ ഈ ലേസർ പ്രിന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനകത്താണ് പഠിച്ചത്? ഇമ്പാക്ട് ആണോ നോൺ ഇമ്പാക്ട് ആണോ? നോൺ ഇമ്പാക്ട് ആണ്. ഇങ്ക്ജെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് പ്രിന്റർ ആണ്? നോൺ ഇമ്പാക്ട് ആണ്. തെർമൽ പ്രിന്റർ എന്തുവാണ്? നോൺ ഇമ്പാക്ട് ആണ്. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്? ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ഇമ്പാക്ട് പ്രിന്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 4 എണ്ണം മാത്രം എടുത്തു വെച്ചിട്ടാണ് NCERT-യിലൊക്കെ കണ്ടന്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ 4 എണ്ണം പറഞ്ഞിരിക്കുവാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലേസർ പ്രിന്ററുകളും ഇങ്ക്ജെറ്റും തെർമൽ പ്രിന്ററും നമ്മൾ എവിടെ കണ്ടു? നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ് എന്ന കാര്യം നമ്മൾ ഇവിടെ കണ്ടു. ആ നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്റർ ലേസർ പ്രിന്റർ എന്ന് പറയുമ്പോൾ അപ്പം അതുപോലെ തന്നെ സംഭവങ്ങൾ തന്നെയാണ് ഇങ്ക്ജെറ്റ് ആയാലും തെർമൽ പ്രിന്റർ ആയാലും വരുന്നത്. അപ്പൊ അതൊക്കെ തമ്മിൽ എന്തൊക്കെയാണ്, അതിന്റെ സ്പീഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പം ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും സ്പീഡ് കൂടിയതിനകത്ത് എന്തു പറയുന്നത്? 1 മിനിറ്റിൽ എത്ര പേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 20 പേജ്. 1 മിനിറ്റിൽ എത്ര പേജ് വരുന്നുണ്ട്? 20 പേജ്. അപ്പൊ അതാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന മഷി എന്തുവാണ്? ഇങ്ങനെ പൊടി രൂപത്തിലുള്ള മഷിയാണ്. പൊടി രൂപത്തിലുള്ള മഷിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ക്ജെറ്റിലാണെങ്കിൽ ഇങ്ക് ഉണ്ട്, ഇങ്ക് മഷി, ദ്രവം, ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? പൊടി രൂപത്തില്. ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ അതായത് നമുക്ക് എന്തൊരു സംഭവങ്ങളും, ഇപ്പൊ സോപ്പ് പൊടി ഉണ്ട്, ലൈക്ക് വൈസ് സോപ്പിന്റെ ലിക്വിഡും ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്? പൊടി രൂപത്തിലുള്ള മഷിയാണെങ്കിൽ ലേസറിനകത്ത് യൂസ് ചെയ്യുന്നു. ഇങ്ക് ആണെങ്കിൽ ദ്രവ രൂപത്തിലുള്ള. ഡിഫറൻസ് മനസ്സിലായി? അതിനകത്ത് ഉപയോഗിക്കുന്ന മഷിക്കകത്തുള്ള ഡിഫറൻസ് മൂലവും അതിന്റെ സ്പീഡും ഒക്കെ വ്യത്യാസം കൊണ്ടാണ് ഓരോന്നിനും ഓരോ പേര് മാറ്റി കൊടുത്തിരിക്കുന്നത്. ഈ പ്രിന്ററിനകത്ത് ഈ മഷിക്ക് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ പിന്നെ അതിനെ തിരിച്ചറിയുന്ന പേപ്പർ ആണ് തെർമൽ പ്രിന്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത്
തെർമൽ എനർജി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണ് തെർമൽ പ്രിന്ററിനകത്ത് ഈ മഷിക്കൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ പിന്നെ എന്ത് ചെയ്തു, സെൻസർ ചെയ്ത് ഉപയോഗിക്കുന്ന പ്രിന്റർ ആണ് തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് സെക്കൻഡിൽ 150 mm ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിലാണ് ഇവിടെ തൊട്ട് പറയുന്നത്. ഒരു സെക്കൻഡില് എത്ര പറയുന്നു, 150 mm വെച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നു. ക്ലിയർ? ഒന്നുകൂടെ പറയാം. അതായത് ലേസർ പ്രിന്ററുകൾ മിനിറ്റിൽ 20 പേജ് പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ക് ജെറ്റ് ആണെങ്കിൽ മിനിറ്റിൽ 6 പേജ് ചെയ്യുന്നു. തൽസ്ഥാനത്ത് തെർമൽ പ്രിന്റർ ആകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കുറയും. ഒരു സെക്കൻഡിൽ 150 mm അവിടെ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. നോർമലി പേജസ് പെർ മിനിറ്റിലാണ് സ്പീഡ് പറയേണ്ടത്, പക്ഷെ ഇവർക്ക് എത്രയേ ഉള്ളൂ, ഒരു സെക്കൻഡിൽ 150 mm രീതിയിലാണ്, മില്ലിമീറ്റർ രീതിയിലാണ് എന്ത് പറയുന്നത് ഇതിന്റെ സ്പീഡ്. ഇനി ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ക്യാരക്ടറിലാണ് പറയുന്നത്. എത്ര ക്യാരക്ടർ, ഒരു സെക്കൻഡില് 30 മുതൽ 550 ക്യാരക്ടർ വരെ മാത്രമേ ഇതിന് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പണ്ടത്തെയാണ്, ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഓക്കെ, ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനകത്ത് മഷി പുരട്ടിയ റിബൺ, നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, ആ റിബൺ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഉള്ള ഇതിനകത്താണെങ്കിൽ റിബണിന്റെ അകത്ത് റിബണിന്റെ കളർ മാറിയോ എന്നൊക്കെ ഉള്ള കാലത്തൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുള്ളായിരിക്കും ചിലപ്പോ. മഷി പുരട്ടിയ റിബൺ ആണ് ഇതിനകത്ത് വരുന്നത്, ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനകത്ത് വരുന്നത്. അപ്പം ആ മഷി പുരട്ടിയ റിബൺ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പം ലേസർ പ്രിന്ററിന്റെ സ്പെസിഫിക്കേഷൻ എന്ത് വരുന്നുണ്ട്, പൊടി രൂപത്തിലുള്ള മഷി. ഇങ്ക് ജെറ്റ് ആണെങ്കിൽ ദ്രവരൂപം. തെർമൽ പ്രിന്റർ ആണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണ് വരുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണെങ്കിൽ എന്ത് പറയുന്നുണ്ട്, മഷി പുരട്ടിയ റിബൺ ആണ് വരുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണെങ്കിൽ മഷി പുരട്ടിയ റിബൺ ആണ് വരുന്നത്. ഇനി അവിടുത്തെ വ്യത്യാസം എന്താണ്, ക്യാരക്ടർ എത്ര വരെ വരുന്നുണ്ട്, ഒരു സെക്കൻഡിൽ 30 മുതൽ 550 ക്യാരക്ടർ വരെയാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനകത്ത് വരുന്നത്. ഒരു സെക്കൻഡിൽ 30 മുതൽ 550, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, 30 മുതൽ 550 ക്യാരക്ടർ വരെയാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ എത്ര വരുന്നുണ്ട്, 150 mm വരുന്നുണ്ട്. അപ്പം സെക്കൻഡിൽ 150 mm പ്രിന്റ് ചെയ്യുന്നത് ഏത് പ്രിന്ററിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം, തെർമൽ പ്രിന്റർ. സെക്കൻഡിൽ 30 മുതൽ 550 ക്യാരക്ടർ വരെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ എത്രയാണ്, ഒരു മിനിറ്റിൽ എത്ര പേജ്, 6 പേജ്. ഒരു മിനിറ്റിൽ 20 പേജ് പ്രിന്റ് ചെയ്യുന്നു ലേസർ പ്രിന്റർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലേസർ പ്രിന്റർ പൊടി, ഇങ്ക് ജെറ്റ് ദ്രവം, തെർമൽ ഹീറ്റ് സെൻസിറ്റീവ്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ മഷി പുരട്ടിയ റിബൺ. ഒരു സെക്കൻഡിൽ 30 മുതൽ 550 വരെ ക്യാരക്ടർ ആണെങ്കിൽ ഡോട്ട് മെട്രിക്സും, സെക്കൻഡിൽ 150 mm ആണെങ്കിൽ തെർമൽ പ്രിന്ററും, ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ 6 പേജുമാണ് വരുന്നത്. ഒരു മിനിറ്റിൽ 20 ആണെങ്കിൽ ലേസർ പ്രിന്ററും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരം സൂചിപ്പിക്കുന്നത് സ്പീഡിനെയും അതുപോലെ തന്നെ എന്തിനേയും അടിസ്ഥാനമാക്കിയിട്ടാണ്, റെസൊല്യൂഷനെയും അടിസ്ഥാനമാക്കിയിട്ട്. അപ്പൊ റെസൊല്യൂഷൻ പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. സ്പീഡ് പറഞ്ഞത് പേജസ് പെർ മിനിറ്റ് ആണ്. അപ്പൊ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ വലിയ ഭൂപടങ്ങളായാലും ഗ്രാഫൊക്കെ ആയാലും ഡിസൈൻ ചെയ്യുന്ന ആ രീതിയിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് UPSC റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്? ഏത് കമ്മീഷന്റെ ആണ്? ലീഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്, ലീഗ് കമ്മീഷൻ. അപ്പൊ നമുക്ക് അതിനു മുമ്പേ ഞാൻ 2-3 കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടുണ്ട്. 1919 ഉണ്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾക്ക് ഉണ്ട്. അപ്പൊ 1919 ആക്ട് പ്രകാരം ദേശീയ തലത്തിൽ, അതായത് UPSC പോലെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് എവിടെ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് PSC ഏതിനു ശേഷമാണ് വന്നിരിക്കുന്നത്? സ്റ്റേറ്റ് PSC 35 ശേഷമാണ്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം പ്രവിശ്യകളിൽ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ദേശീയ തലത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്, സെൻട്രൽ തലത്തിലാണ്, ദേശീയ തലത്തിലാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. 35 പ്രവിശ്യകളിൽ എന്ത് വന്നിരിക്കുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന കാര്യവും ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയില് പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1926, വർഷം 1926. ഡേറ്റ് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക, ഒക്ടോബർ മാസം 21. ഇനി UPSCയുടെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
രാഷ്ട്രപതിക്കാണ്. UPSCയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് എന്ന കാര്യം ഓർത്തു ചെയ്യുക. രാഷ്ട്രപതിക്കാണ് UPSCയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയില് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ച നിയമം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ച നിയമം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ റോസ് ബാർക്കർ ആണ്. ആരാണ്? റോസ് ബാർക്കർ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആണ് റോസ് ബാർക്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ടു. അപ്പൊ ഫെഡറൽ രീതിയിലേക്ക് മാറി 37. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായിട്ട് മാറി? ഫെഡറൽ ആക്കി മാറ്റി. ഫെഡറൽ 37. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനി. HK കൃപലാനി 47 മുതൽ 49 വരെയുള്ള കാലഘട്ടത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ റോസ് ബാർക്കർ ആണ്. ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HK കൃപലാനി ആണ്. ആദ്യ ചെയർമാൻ റോസ് ബാർക്കർ, ഇന്ത്യക്കാരായിട്ടുള്ള ആദ്യ ചെയർമാൻ HK കൃപലാനി. കാലാവധി 47 മുതൽ 49 വരെയാണ്. ഇനി ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിട്ട് രൂപാന്തരപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 37. അപ്പം ആദ്യമായിട്ട് നമ്മൾക്ക് ഇവിടെ ചോദിക്കുമ്പോൾ എന്ത് പറയണം? ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നു 26. ഇനി ഫെഡറൽ ആക്കി മാറ്റി 37. ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ ചെയർമാനായി 47. HK കൃപലാനി. ഇനി സ്വാതന്ത്ര്യാനന്തരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. എന്തായിട്ട്? UPSC എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1950 ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിലായിരുന്നു 26. അപ്പൊ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നത്? ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 26. എന്നാണ് ഇതിനെ UPSC എന്ന് റീനെയിം ചെയ്തത്? 1950. ഇനി UPSCയെയും സ്റ്റേറ്റ് PSCകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം വെരി വെരി ഇമ്പോർട്ടന്റ് 315 മുതൽ 323 വരെയുള്ള കാര്യങ്ങൾ എന്താണ്? 315 മുതൽ 323. ഈ 323A എന്ന് പറയുന്നത് നമ്മൾക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ PSC എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 323A എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ ഏത് ട്രൈബ്യൂണലിലാണ് ആദ്യം പോകേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. അപ്പൊ ഇത് ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42nd അമെന്റ്മെന്റ് എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചിരിക്കണം. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 ഏത് നിലവിൽ വന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ട് പറയുന്നുണ്ട്. 14A ഏത് വന്നിരിക്കുന്നത്? ഈ പറയുന്ന പാർട്ട്. ഏത് പാർട്ടിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റി പറയുന്നത്? 14A പറയുന്നത്. ഇനി ഈ 323A റിലേറ്റ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്. സ്റ്റേറ്റിലും ഉണ്ട്, ലൈക്ക് വൈസ് യൂണിയൻ ടെറിട്ടറിയിലും എന്തുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അവൈലബിൾ ആണ്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ് അപ്പോട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഓർത്തു വെച്ചേക്കാം. 315 മുതൽ 373 വരെ പറയുന്നതാണ് UPSCയെ പറ്റിയിട്ടും സ്റ്റേറ്റ് PSCയെ പറ്റിയും പ്രതിപാദിക്കുന്നത്. ഇനി 323A4 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. ഇത് ഏത് പ്രകാരം നിലവിൽ വന്നു? 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം നിലവിൽ വന്നു. ഏത് പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14A എന്ന കാര്യവും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇനി UPSCയുടെ ആസ്ഥാനം ചോദിക്കുമ്പോൾ എന്ത് പറയണം? ധോൽപൂർ ഹൗസ് എന്ന കാര്യം പഠിച്ചു വെക്കണം. എന്താണ്? UPSCയുടെ ആസ്ഥാനമാണ് ധോൽപൂർ ഹൗസ്. UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്? ബ്രിട്ടീഷ് ഇന്ത്യ റിലേറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് UPSC എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രാഷ്ട്രപതി. ആ ഒരു ഇവിടെ എന്താണ്? നിയമിക്കുന്നതും പ്രസിഡന്റ് ആണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. ഇനി UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് ആണ്. PSCയുടെ അംഗങ്ങളുടെ കാലാവധി ഇപ്പൊ സ്റ്റാർട്ടിങ് 315 മുതൽ 323 വരെ പഠിച്ചു വെക്കാം.
അതിന്റെ രണ്ടാമത്തെ അനുച്ഛേദമാണ് അവരുടെ കാലാവധി, എത്ര കാലയളവ് വരെ PSC അംഗങ്ങൾ ഭരിക്കണം എന്ന് പറയുന്നതാണ് 316. അത്രയും പഠിച്ചു വെക്കണേ. അപ്പൊ UPSC എന്ന് റീനെയിം ചെയ്ത വർഷം 1950 ആണ്. ഇനി UPSC അംഗങ്ങളുടെ കാലാവധി പറയുന്നത് 316. ക്ലിയർ ആണോ അത്രയും കാര്യങ്ങള്? ഓക്കെ, നെക്സ്റ്റ് വൺ. PSC അംഗങ്ങളെ നീക്കം ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം PSCയുടെ അംഗങ്ങളുടെ കാലാവധി 316. അംഗങ്ങളുടെ കാലാവധി എത്ര പറയുന്നു? 316. 315 PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഇനി 316 എന്താണ്? അവയെ നീക്കം ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നു. 317. UPSC അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണോ എന്ന് ചോദിക്കാം. ആരാണ്? രാഷ്ട്രപതിയാണ് നിശ്ചയിക്കുന്നത്. ആരാണ് നിശ്ചയിക്കുന്നത്? ഭരണഘടനയാണോ നിശ്ചയിക്കുന്നത്? പാർലമെന്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. സോ രാഷ്ട്രപതിയാണ് നിശ്ചയിക്കുന്നത്. രാഷ്ട്രപതിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇനി UPSCയുടെ ചുമതലകൾ വിപുലീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? BYQ ആണ്, പാർലമെന്റിനാണ്. അപ്പൊ UPSCയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഡ്യൂട്ടീസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത് ആരുടെ റെക്കമെൻഡേഷൻ മൂലം? പാർലമെന്റ് റെക്കമെൻഡ് ചെയ്യണം. ഇനി UPSCയെയും സ്റ്റേറ്റ് PSCയുടെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 14 ആണ്. 14. ഇപ്പൊ 14A എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെന്ന് പറഞ്ഞു A. ഇനി വെറും 14 എന്ന് പറഞ്ഞാൽ UPSCയും സ്റ്റേറ്റ് PSCയും മാത്രം കുറിക്കുന്ന ഭരണഘടനാ ഭാഗമാണ്. പാർട്ട്. വിച്ച് പാർട്ട്? സ്റ്റേറ്റ് PSCയും UPSCയും കുറിക്കുന്ന ഭാഗം ചോദിച്ചാൽ 14 എന്ന കാര്യം പഠിച്ചു വെക്കണം. ഇനി UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം ചോദിച്ചാൽ എത്ര പറയണം? 65 ആണ്. UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം ചോദിച്ചാൽ 65 പറയണം. UPSC അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണോ? അല്ല, രാഷ്ട്രപതിയാണ്. അപ്പൊ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാലും അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാലും ആരുടെ പേര് തന്നെ പറയേണ്ടത്? രാഷ്ട്രപതി. ഒന്നുകൂടെ ഞാൻ പറയാം. 316 എന്ന് പറഞ്ഞിരിക്കുന്നത് PSC അംഗങ്ങളുടെ കാലാവധി ആണ്. ഇനിയും അവരുടെ രാജിക്കത്ത് സമർപ്പിക്കുന്നതോ നീക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ആണെങ്കിൽ 317 പറ്റിയിട്ട് ഓർത്തു വെച്ചേക്കണം. എണ്ണം നിശ്ചയിക്കുന്നതും സേവന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതും രാഷ്ട്രപതിയാണ്. പക്ഷെ ചുമതലകൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള, വിപുലീകരിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ നിക്ഷിപ്തം ആണ്. ഇനി അക്കോർഡിംഗ് ടു പാർട്ട് 14 പ്രകാരമാണ് UPSCയും സ്റ്റേറ്റ് PSCകളും വന്നിരിക്കുന്നത്. പാർട്ട് 14A പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 323A 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം 1976 വന്നിരിക്കുന്നത്. UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം ചോദിക്കുമ്പോൾ 65 ആ നിയമം നിലവിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഒക്കെ നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. 76 നിയമം പാസ്സാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെയും വർഷങ്ങൾ എടുത്തിട്ടാണ്. 85 എന്നാണ് എന്റെ ഒരു തോന്നല്. UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 65. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി UPSCയുടെ ചുമതലകൾ വിപുലീകരിക്കുന്ന അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അതിപ്പോ പറഞ്ഞാണ് അല്ലേ? ഓക്കെ. UPSC നിയമിക്കുന്നു, രാഷ്ട്രപതി ഇനിയും UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അത് മുമ്പേ പറഞ്ഞു. സസ്പെൻഡ് ചെയ്യാൻ അധികാരം രാഷ്ട്രപതിക്കാണ്. നിയമിക്കാനും സസ്പെൻഡ് ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇനി അടുത്തതായിട്ട് UPSCയുടെ ചെലവ് ഏത് ഫണ്ടിൽ നിന്നാണ് ചുമത്തപ്പെടുന്നത്? UPSCക്കകത്തുള്ള ചെലവ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു വെക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പം കൂടുതൽ മാർക്കിനകത്ത് ചോദിക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ ഒരു 14-15 മാർക്കിലേക്കൊക്കെ എല്ലാം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ അളവ് പോകുന്നുണ്ട്. സോ നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി വെക്കണം. 5 മാർക്കിന് വേണ്ടി പഠിക്കരുത് കേട്ടോ. UPSCയുടെ ചെലവ് ഏത് ഫണ്ടിൽ നിന്നാണ് ചുമത്തപ്പെടുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ചെലവ്. ഇനി ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. കാലാവധിക്ക് ശേഷം UPSC ചെയർമാന് വഹിക്കാൻ ഏതെങ്കിലും പദവി പറ്റുമോ? ഒരു പദവിയും ആർക്ക് പറ്റത്തില്ല? UPSC ചെയർമാന് വഹിക്കാൻ പറ്റത്തില്ല എന്ന കാര്യവും സെപ്പറേറ്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കണം. കാലാവധിക്ക് ശേഷം UPSC ചെയർമാന് വേറൊരു പദവിയും വഹിക്കാൻ ആവില്ല. UPSC ചെയർപേഴ്സൺ ആയ ആദ്യ വനിത
റോസ് മില്യൺ ബാത്യു. റോസ് മില്യൺ ബാത്യു ആണ് UPSC ചെയർമാനായ ആദ്യ വനിത എന്ന് പറഞ്ഞ. റോസ് മില്യൺ ബാത്യു ആണ് UPSC ചെയർപേഴ്സൺ ആയ ആദ്യ വനിത. ഇന്ത്യയിൽ പ്രവിശ്യ പബ്ലിക് സർവീസ് ഇന്ത്യയില് പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവിൻസുകളിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ച നിയമം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം UPSC നിലവിൽ വന്നു. അതായത് സെൻട്രൽ ലെവലിൽ PSC വന്നു. ഇനി ഫെഡറലിലേക്ക് വന്നു 37 ആണ്. ഇനി പ്രവിശ്യകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. ഏത് വർഷം? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആണ് പ്രവിശ്യകളിൽ 35 UPSC ചെയർപേഴ്സൺ ആയ ആദ്യ വനിത റോസ് മില്യൺ മാത്യു. ഒരു കാലാവധിക്ക് ശേഷം UPSC ചെയർമാൻ വഹിക്കാൻ കഴിയുന്ന പദവി ഒരു പദവിയും വഹിക്കാൻ പറ്റില്ല. ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. UPSCയുടെ ചെലവ് ഏത് ഫണ്ടിൽ നിന്നാണ് ചുമത്തുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഏതാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇനി ഈ UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് 316 ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞു അംഗങ്ങളുടെ കാലാവധിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 316 പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനിയും അംഗങ്ങൾ നിയമിക്കപ്പെടുന്നത് 316. കാലാവധിക്ക് ശേഷം UPSC അംഗത്തിന് വഹിക്കാൻ കഴിയുന്ന പദവി UPSC ചെയർമാനായിട്ടോ സ്റ്റേറ്റ് PSC ചെയർമാനായിട്ടോ എന്ത് ചെയ്യാൻ പറ്റും? വഹിക്കാൻ കഴിയുന്ന പദവി. വേറെ ഒരു പദവിയും വഹിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു പദവിയും പറ്റില്ല. പക്ഷെ ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് അംഗത്തിന് മാത്രമേ ഉള്ളൂ, ചെയർമാൻ അല്ല കേട്ടോ. അംഗത്തിന് വഹിക്കാൻ അംഗം. അതേസമയം ചെയർമാന് പറ്റത്തില്ല. അതായത് ഒരു അംഗം എന്തായിട്ട് മാറാം? ചെയർമാനായിട്ട് മാറാം. സ്റ്റേറ്റ് PSCയുടെ ചെയർമാനായിട്ട് മാറാം. മനസ്സിലാവുന്ന പറഞ്ഞ കാര്യം. അതായത് UPSCയിലെ ചെയർമാന് പറ്റുമോ? ഇല്ല. ക്വസ്റ്റ്യൻ മനസ്സിലാണോ? ചെയർമാന് പറ്റത്തില്ല. ബട്ട് അംഗമാണെങ്കിൽ വീണ്ടും എന്താവാം? UPSCയുടെയോ സ്റ്റേറ്റ് PSCയുടെയോ ചെയർമാൻ ആവാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? കാലാവധിക്കു ശേഷം UPSC അംഗം സക്കീർ ഹുസൈൻ ആയിട്ടുണ്ടോ? ആയിട്ടോണോ? UPSC അംഗത്തിന് വഹിക്കാൻ കഴിയുന്ന പദവി UPSC ചെയർമാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് PSC ചെയർമാൻ ആണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് PSC ആണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ ഏത് അനുച്ഛേദം UPSC ചെയർമാന്റെയും അംഗങ്ങൾ നിയമിക്കുന്ന 316. അപ്പൊ ഇത്രയാണ് നമുക്ക് PSC ബുള്ളറ്റിനകത്ത് UPSC പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ ശരി, ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ടോട്ടലി പ്രിന്റർ എന്താന്ന് പഠിച്ചു, പ്ലോട്ടർ എന്താന്ന് പഠിച്ചു, UPSCയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ.